ആഹാ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെതാ ഇങ്ങനെ പെരപ്പുറത്തൊരാളുണ്ടാവുന്നു. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി പതിവ് കലാപരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയതുകൊണ്ട് നിന്റെ ഉദ്ഘാടനം മുടങ്ങിയല്ലേ? കഷ്ടായി. അതെ, ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പണിയണം. അച്ഛൻ ഈ പ്ലാൻ ഒന്ന് നോക്കിക്കേ. നാളെ രാവിലെ എഞ്ചിനീയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഓട് വെച്ചൊന്ന് തീർക്ക്. അതെ, വെച്ച് തിരികെ. ഇതിനകത്ത് കയറിയാൽ തന്നെ പൊട്ടിയ ഓടിനകത്ത് കൂടെ വെള്ളം വീടിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ടൈ 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 എന്ന് വീഴുന്നൊരു പഴയ ശബ്ദം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരിക. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലടാ. എനിക്കെന്തോ പുറത്ത് മഴ പെയ്യുമ്പോ അകത്ത് പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് ജനലും വാതിലും കൊട്ടിയടച്ച് AC റൂമിൽ കിടന്നാൽ കിട്ടില്ല. ദേ ഇതാണ് കൊടുത്തേ, കോഴികൾ പട്ടിണി എടുക്കുക എന്ന് വെച്ചാ പൊട്ടക്കണക്കിലെ തവളയായിട്ട് കാലം കഴിക്കണമെന്ന് തന്നെ. അതെ, എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനൊക്കെ അറിയാം, പക്ഷെ അതിന് തോന്നണില്ല. നമ്മൾ രക്ഷപ്പെടുമ്പോ അതേ സ്റ്റാറ്റസിൽ നമ്മുടെ കുടുംബക്കാർ കൂടി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിന്റെ കയ്യിലിപ്പോ കാശുണ്ട്, അതുകൊണ്ട് അജയേന്ദ്രൻ നായരുടെ അച്ഛനാണ്, അളിയനാണ്, പെങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തിരി കൊള്ളാവുന്ന ആളുകൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളെ നിന്റെ കണ്ണിൽ പിടിക്കണില്ല. അതല്ലേ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇന്നാളെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ മോള് പറയാ അവൾക്ക് 10 ജോഡി യൂണിഫോം ഉണ്ട്. അതും നീ പറഞ്ഞ സ്റ്റാറ്റസിൽ പെടില്ലേ? എന്നാ പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന പോലെ ഒരേ യൂണിഫോം തന്നെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി എന്നും ഇടിപ്പിച്ചു വിടാൻ ഞാൻ അവളെ. എടാ, 10-35 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക മലയാളികളോടും നീ ചോദിച്ചു നോക്ക്, അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു. നീ മാത്രല്ല, അവരെല്ലാവരും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയവരാ. 1-2 യൂണിഫോം മാത്രം ഇട്ട് പഠിച്ചവരാ. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും മാത്രം കോടിയെടുത്ത് ശീലിച്ചവരാ. ഇപ്പൊ കാലം മാറി. പണ്ട് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇന്ന് ആർഭാടത്തിന് വേണ്ടിയാ പണം ചെലവാക്കുന്നത്. അതല്ലേ സുഖു ഈ സ്റ്റാറ്റസ് എന്ന് പറയണത്. അളിയോ, ഇന്നലെ വരവാകെ ചുറ്റിയല്ലേ. ഇതാച്ചാ വളം. ബ്ലോക്ക് ഓഫീസിൽ എന്താ തിരക്ക്, ഇതൊന്ന് കിട്ടാൻ പെട്ട പാട്. അളിയനിപ്പോഴും എന്തായാലും പേര് കുമാരൻ, അയാളുടെ ഓട്ടോ തന്നെ ഓടിക്കുന്നു. അല്ലാതെ പിന്നെ. അതെ, സംസാരിച്ചു സമയമില്ല അളിയ. വൈകിട്ട് ഞാൻ രാധയും കൂടെ വീട്ടിലേക്ക് വരാം. നാളെ ഞങ്ങളുടെ യൂണിയന്റെ ജില്ലാ കൺവെൻഷനാ. പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. അച്ഛാ, ഈ യൂണിയൻ കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിൽ കാണിച്ചുകൂടെ അളിയന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കട തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതാ. എവിടെ 1-2 കാറ് വാങ്ങി റെന്റേ കാർ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞപ്പോ അതും വല്ലവന്റെ. ആ വരുമാനം കൊണ്ട് അവൻ നിന്റെ പെങ്ങളെയും കുട്ടികളെയും അന്തസ്സായിട്ട് നോക്കണില്ലേ. ആരുടെ മുന്നിലും കൈ നീട്ടാൻ പോണുമില്ല. പിന്നെന്താ? എന്നാൽ ആരുടെ സഹായം വാങ്ങില്ല. എന്തിനാ ഈ ദുരഭിമാനം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ അളിയനല്ലേ. നിന്റെ ഭാഷയിൽ അത് ദുരഭിമാനം, പക്ഷെ അവന്റെ ഭാഷയിൽ അതിന് ആണത്തൊന്നും കൂടി അർത്ഥമുണ്ട്. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നിനക്ക് ചായ വേണം? എനിക്കൊന്നും വേണ്ട. ഇതെന്താ കുപ്പിയ? എന്തേ കഴിഞ്ഞ തവണത്തെ പോലെ ആ ദേവസ്വേട്ടൻ ഇവനെ പോലുള്ള നാട്ടുകാർക്ക് വിളമ്പി തീർക്കണ്ട. 10,000 രൂപ വിലയുള്ളതാ. ശനിയാഴ്ച വൈകുന്നേരം വേഷപ്പന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള്. ആ ശീലം തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇതൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാ കൊണ്ടുപോയി കളയും. നീ പോവാ? തിരക്കില്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് പോവാടാ. ഇവിടെ കൊറേ കാലായില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പിന്നെ ചായ ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, കൊണ്ടുവന്ന് കുപ്പിയോ? എന്താണ് സൂത മീൻ വിൽക്കാനുള്ള തീർന്ന് പിന്നെ എന്തിനാ കിടന്ന് കൂണ? ഒരു ശീലം. എന്നാ പിന്നെ തനിക്ക് ഏതെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് കൂവിക്കൂടെ? ഇപ്പൊ അതും ഒരു ശീലമാണല്ലോ. അജയൻ ഇങ്ങോട്ട് എത്തിയ എന്നിട്ട് അവിടെ അവിടെ നിനക്ക് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചോട്ടാ സുഗത. മനുഷ്യ മെനക്കെട്ട് പോയി. നിന്നെ കാണാൻ ഇന്നങ്ങോട്ട് വരണോന്ന് കരുതിയതാ. അതെ, ഇങ്ങോട്ട് വന്നതോ അതോ പോണ വഴിക്ക് കാര്യം സാധിക്കാൻ കയറിയതോ? ഓടാ അവിടുന്ന്. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതെന്തടാ ഇത്? ഇപ്പോഴും പണി മുഴുവൻ തീർന്നില്ല അല്ലേ? ദുബായിക്കാരനാണെന്നുള്ള ഗെയിമിൽ ഒരു ഊക്കിന് തുടങ്ങി വെച്ചതാ. തീർക്കണം. എന്നാ പിന്നെ തീർത്തൂടെ? എത്ര കാശ് വേണം? ഒരു 2-3 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ തീരില്ലേ? പണി വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കൂടാ. കാശിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. നിന്റെ കയ്യിൽ കാശുണ്ട്, അത് നീ ചോദിക്കാതെ തന്നെ തരുമെന്ന് എനിക്കറിയാം. പക്ഷേ
സ്വന്തമായിട്ട് വേർത്തുണ്ടാക്കിയ കാശ് കൊണ്ട് വിടുന്ന വീട്ടിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരും. ദാ, ഇതാണ് ഇവന്റെ കുഴപ്പം. ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തം. വെറുതെ അല്ല ദുബായിന്ന് കുറ്റിയും പറിച്ചും കൊണ്ട് പോകുന്നത്. ഇവൻ വിസ അയച്ചു തന്നിട്ടില്ല ഞാൻ പോയത്. ഞാൻ അവിടെ പിടിച്ചു നിന്നു, രക്ഷപ്പെട്ടു. ഇവനോ? എനിക്കെന്താ കുഴപ്പം പറ്റിയത്? അല്ലെങ്കിൽ തന്നെ ദുബായിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? AC ഉള്ള ഫിഷ് മാർക്കറ്റിൽ മീൻ കച്ചവടം. നാട്ടിൽ വന്നപ്പോൾ നമ്മളെ വെയിലും മഴയും കണ്ട് ഒന്നും പറഞ്ഞ് മീൻ വിൽക്കുന്നു. എനിക്ക് നല്ലതെന്ന് തോന്നണത് ഇതാ. കാശ് മാത്രം പോരല്ലോ, നമ്മുടെ ചോറും മീൻകറിയും ബീവറേജിന്റെ മുമ്പിൽ ക്യൂവും അതും കൂടി ആസ്വദിക്കാനുള്ളതല്ലടാ നമ്മുടെ ജീവിതം. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അയ്യേ. വെറുതെ അല്ല വീട് 3-4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണത്. ഇനിയിപ്പോ സ്വന്തം വേർപ്പ് കൊണ്ട് വീട് പണിയുന്നാണെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. സാറ് സമ്മതിക്കോ? എന്താ പറ. ഈ മീൻ ഈ സൈക്കിളിൽ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഏർപ്പാടങ്ങൾ നിർത്ത്. ഒരു പെട്ടിയോട്ടോ മേടി. അതിനുള്ള കാശ് ഞാൻ തരാം. എന്നിട്ട് അതിരാവിലെ കടപ്പുറത്ത് പോയിട്ട് മീൻ ലേലത്തിന് പിടിക്കണം. എന്നിട്ടെന്താ, ഒരു ലെവലായ ഇത്തിരി ലോൺ എടുക്കുക, ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങുക. എന്നിട്ട് ഒന്നുകൂടി ലെവലായ കുറച്ചുകൂടി ലോൺ എടുത്തിട്ട് ഒരു 3-4 ഫിഷിംഗ് ബോട്ട് വാങ്ങാം. അതെ, അങ്ങനെ തന്നെ വികസിക്കുക. എന്നിട്ട് ലോൺ അടക്കാൻ കാശില്ലാണ്ടാവുമ്പോ ഞാനും ഭാര്യയും മക്കളും കൂടി ഓരോ ബോട്ടിൽ കയറി കെട്ടി തൂങ്ങിച്ചാവാം. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പമെന്ന് പറയണത്. എന്തിനടാ പൊളിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? എടാ കഴുതേ 4 കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? അത് തന്നെയല്ലേ ഞാനിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കണത്. എടീ, നിനക്ക് മനസ്സമാനത്ത് വല്ല കുറവുണ്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തോണ്ട്? ഓ, ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛൻ അച്യുതനായരുടെ അതേ സ്വഭാവ. ഹലോ, എടാ ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. കാപ്പി കാപ്പിയൊന്നും വേണ്ട, പോയിട്ട് അല്പം ധൃതിണ്ടേ. ഒരു സാധനം പിടയ്ക്കാൻ പോവാ. ആണാ? കുറച്ച് മീനെടുത്ത് കാറിൽ വെക്കട്ടെ, ഉണക്കിയത്. പിന്നെ നിന്റെ ഉണക്കമീൻ കൊണ്ടുപോകാൻ നിക്കല്ലേ ഇവൻ. ഇതേ പഴയ അജയചന്ദ്രൻ നായരൊന്നും അല്ല. കൊണ്ടുപോയാൽ എന്താന്ന്? നിങ്ങളൊക്കെ എന്തിനാ എന്നൊരു അന്യനായിട്ട് കാണുന്നത്? അന്യനായിട്ട് കാണല്ല അജയ. നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൂമാലയുടെ അറ്റത്ത് ഒരു ചാളത്തല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരുപാട് പേര് വന്ന് നോക്കിയതാ. പണം മാത്രം പോരല്ലോ. അതെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ വാങ്ങുന്നവന്റെ പാരമ്പര്യം കൂടി നോക്കണ്ടേ? പാരമ്പര്യം നോക്കാൻ ഇത് മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. വണ്ടി കച്ചവടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതാ. ഓ അതേ, ബാർഗെയിനിങ്ങിനൊന്നും ഞാനില്ല. പറഞ്ഞ കാശും എന്റെ വണ്ടിയും കൂടി അങ്ങ് തരും. അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ ചില്ലി കാശ് കുറയില്ല. എന്താ അച്ചായ ഇത്? ഒരുമാതിരി മീൻ കച്ചവടം നടത്തണ പോലെ. അജേട്ടൻ കുറെ കൂടി കയറ്റി വെക്കും. അതെ, ആ താക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതങ്ങോട്ട് ഉറപ്പിക്ക്. അജേട്ടാ കൊടുത്തേ. അല്ലവില്ല. ഇപ്പോഴാണ് വണ്ടിയുള്ളതിനൊരു അന്തസ് വന്നത്. അതെ, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട 4 ആള് പറയണം, താ കിടക്കണു അജേന്ദ്രൻ നായരുടെ ബെൻസ്.